നമുക്ക് തുടങ്ങാം. ഇന്ന് ഞാൻ 5 ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട്. അതിനെല്ലാം റോസ്റ്റർ ഫോമിൽ എഴുതാൻ വേണ്ടിയാണ് തന്നേക്കുന്നത്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, A is equal to the set of all letters in the word മലയാളം. ക്വസ്റ്റ്യൻ ശ്രദ്ധിച്ചല്ലോ. മലയാളം എന്ന് പറയുന്ന ആ വേർഡിലുള്ള ലെറ്റേഴ്സ് ഒരു സെറ്റാക്കി ഏത് റോസ്റ്റർ ഫോമിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റോസ്റ്റർ ഫോമിൻ്റെ പ്രത്യേകത നിങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പഠിച്ചാണ്. റോസ്റ്റർ ഫോമിൻ്റെ പ്രത്യേകത എന്താണ്? സെറ്റിനെ എങ്ങനെ പേര് കൊടുക്കണം. ക്വസ്റ്റ്യനിൽ എ എന്ന് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഞാൻ എ എന്ന് തന്നെ കൊടുത്തു. A is equal to സെറ്റ് ചിഹ്നം ഇട്ടു. സെറ്റിലുള്ള എലമെൻറ്റ്സിനെ കോമയിട്ട് സെപ്പറേറ്റ് ചെയ്തിരുന്ന ഫോമാണ് റോസ്റ്റർ ഫോം. അപ്പോൾ മലയാളം എന്ന് പറയുന്ന വേർഡിൽ വരുന്ന ലെറ്റേഴ്സാണ് നമുക്ക് റോസ്റ്റർ ഫോമിൽ എഴുതേണ്ടത്. അപ്പോൾ ഞാൻ സെറ്റ് പഠിപ്പിച്ച സമയത്ത് തുടക്കത്തിൽ പറഞ്ഞൊരു കാര്യമുണ്ട്. സെറ്റിനെ എപ്പോഴും ക്യാപിറ്റൽ ലെറ്റർ കൊണ്ട് സൂചിപ്പിക്കും. സെറ്റിനകത്ത് എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സിനെ സ്മാൾ ലെറ്റർ കൊണ്ടാണ് സൂചിപ്പിക്കുന്നത്. പക്ഷേ ഇവിടെ ഞാൻ എഴുതി നോക്കിയോ, ആദ്യം എം എടുക്കുന്നു. ഇതിലുള്ള ലെറ്റേഴ്സ് ഒന്ന് എം ആണ്. അടുത്ത ലെറ്റർ, ഈ എടുത്ത എം ഞാൻ ക്യാപിറ്റൽ ലെറ്റർ എഴുതാൻ കാര്യം എന്താണ്? സ്മാൾ ലെറ്ററിൽ നമ്മൾ പറഞ്ഞേക്കുന്നതാണ് സെറ്റിനകത്തുള്ള എലമെൻറ്റ്സിനെ സ്മാൾ ലെറ്റർ ഉപയോഗിച്ചാണ് എഴുതേണ്ടതെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ എന്താണ് എഴുതിയിരിക്കുന്നത്? ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതി. കാര്യം എന്താണ്? അവർ തന്നിരിക്കുന്ന വേർഡ് മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്ററിലാണ് തന്നിരിക്കുന്നത്. അവർ മൊത്തത്തിൽ ക്യാപിറ്റൽ ലെറ്റർ തന്നതുകൊണ്ടാണ് ഞാനും ഓരോ അക്ഷരങ്ങളെയും ക്യാപിറ്റൽ ലെറ്ററായിട്ട് എഴുതുന്നത്. അപ്പോൾ എം എഴുതി, അടുത്ത എ എഴുതാം, അടുത്ത എല്, വീണ്ടും എ എഴുതേണ്ട ആവശ്യമില്ല. റോസ്റ്റർ ഫോമിൽ അല്ലെങ്കിൽ സെറ്റിൻ്റെ പ്രത്യേകത നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സെറ്റിൽ റെപ്പറ്റേഷൻ്റെ ആവശ്യമില്ല. ഒരു എലമെൻറ്റ് ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. എഴുതുന്നത് ഏത് ക്രമത്തിൽ എഴുതിയാലും പ്രശ്നമില്ല. MAL, ഇനി അടുത്ത Y, വീണ്ടും എൽ, ബാക്കി എല്ലാ ലെറ്റേഴ്സ് റിപ്പീറ്റ് ചെയ്ത് വരികയാണ്. അതുകൊണ്ട് ഫുൾ എഴുതണ്ട. അപ്പോൾ ഇതിൻ്റെ ആൻസർ എന്ത് വരും? A is equal to സെറ്റ് MALY. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കിയാൽ, ദ സെറ്റ് ഓഫ് ആൾ ലെറ്റേഴ്സ് ഇൻ ദ വേർഡ് ബെറ്റർ. വളരെ സിമ്പിൾ അല്ലേ? B is equal to എങ്ങനെ എഴുതാം? സെറ്റിലുള്ള ഓരോ എലമെൻ്റ് എന്ന് പറഞ്ഞ് B എഴുതാം, ക്യാപിറ്റൽ ലെറ്റർ തന്നെ എഴുതുന്നു. E എഴുതാം, T 2 പ്രാവശ്യം വരുന്നു, ഒരു പ്രാവശ്യം എഴുതിയാൽ മതി. അടുത്ത E റിപ്പീറ്റ് ചെയ്യുന്നു, വേണ്ട, R എഴുതുന്നു. ക്ലിയർ ആയല്ലോ? തേർഡ് ക്വസ്റ്റ്യൻ നോക്കി, എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ ആൻഡ് ഡിവൈസർ ഓഫ് 12. എക്സ് എന്ന് പറയുന്ന ഒരു നാച്ചുറൽ നമ്പർ ആയിരിക്കുകയും വേണം, എന്നാൽ 12ൻ്റെ ഡിവൈസർ ആയിരിക്കുകയും വേണം. 12ൻ്റെ ഡിവൈസർ ആയിരിക്കേണ്ടത് 12ൻ്റെ ഫാക്ടേഴ്സ് നോക്കിയാൽ പോരെ. 12ൻ്റെ ഫാക്ടേഴ്സ് ഏതൊക്കെ വരും? 1 വരും, 2 വരും, 3, 4, 6, 12 അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ ഇവിടെ നമുക്ക് ആ സെറ്റ് എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം. C is equal to സെറ്റ് 1, 2, 3, 4, 6, 12. 12 ഫാക്ടേഴ്സ്. ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കിയാൽ, സൊല്യൂഷൻ സെറ്റ് ഓഫ് ദ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ തന്നിരിക്കുകയാണ്. x² + x - 2 is equal to 0. അതിൻ്റെ സൊല്യൂഷൻ സെറ്റ് എഴുതാനാണ്. ഇതൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ അല്ലേ? ഒരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ്റെ സൊല്യൂഷൻ സെറ്റ് കാണാൻ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്. 10ാം ക്ലാസ്സിൽ പഠിച്ചത് -b + or -√b² - 4ac/2a എന്ന് പഠിച്ചിട്ടുണ്ട്. അല്ലാതെ തന്നെ പല രീതിയിൽ എഴുതാം. ഇതിപ്പം x² + x - 2, ഇത് x² + x - 2 is equal to 0. ഇതെങ്ങനെയുണ്ട് സോൾവ് ചെയ്യുന്നത്? നമുക്കെങ്ങനെ എടുക്കാം? പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -2 വരും അല്ലേ? അവസാനം വരുന്ന നമ്പർ പ്രോഡക്റ്റ് ആണ്. പ്രോഡക്റ്റ് എടുക്കുമ്പോൾ -2 വരും. സം എടുക്കുമ്പോഴത്തേക്ക് എന്ത് വരും? 1 വരും. അങ്ങനെ പ്രോഡക്റ്റ് -2ഉം സം 1ഉം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? പ്രോഡക്റ്റ് 2 അല്ലേ? പ്രോഡക്റ്റ് -2, സം 1. അങ്ങനെ എടുത്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ പ്രോഡക്റ്റ് -2ഉം സം 1ഉം വരുന്ന നമ്പേഴ്സ് ഏതൊക്കെയാണ്? അപ്പോൾ ഏതൊക്കെയാണ് ആ നമ്പർ? നിങ്ങൾക്ക് വല്ലപ്പിടിയുണ്ടോ? ഗുണിക്കുമ്പോൾ -2 കിട്ടണം, കൂട്ടുമ്പോൾ 1 കിട്ടണം. അങ്ങനെയുള്ള സംഖ്യകൾ ഏതൊക്കെയാണ്? ഗുണിക്കുമ്പോൾ മൈനസ് വരണമെങ്കിൽ അതിൽ ഒരു സംഖ്യ മൈനസ് ആയിരിക്കണം. കൂട്ടുമ്പോൾ പ്ലസ് വരണമെങ്കിൽ അതിൽ വലിയ സംഖ്യ പ്ലസ്സും ആയിരിക്കണം. അപ്പം ഞാൻ എഴുതിയാണ് 2ഉം -1ഉം കറക്റ്റ് അല്ലേ? നമ്പേഴ്സ് ഗുണിക്കുമ്പോൾ -2, 2 × -1 -2, സം 2 + -1 എന്ന് പറഞ്ഞാൽ 1 ആണ്. പിന്നെ ഇതൊന്നുമല്ല, ഇത് പ്രയാസമായിട്ട് തോന്നുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെ എഴുതാം? നിങ്ങൾക്ക് ഏത് രീതിയിലും എഴുതാം. നിങ്ങൾ പഠിച്ച ക്വാഡ്രാറ്റിക് ഇക്വേഷൻ ഉപയോഗിച്ച് വേണമെങ്കിലും എഴുതാം. എന്നാലും ഞാനിപ്പോൾ ഇങ്ങനെ ഈ രീതിയിലൊന്ന് എഴുതി കാണിക്കുകയാണ്. അപ്പം ഇതിൻ്റെ സൊല്യൂഷൻ ഏതൊക്കെയാണ് കിട്ടുന്നത്?
നമ്മൾ എഴുതുമ്പോഴത്തേക്ക് എന്ത് കിട്ടും? എക്സ് പ്ലസ് 2 ഇൻറ്റു എക്സ് മൈനസ് 1 ഈസ് ഈക്വൽ ടു 0 അല്ലേ? ശരിയല്ലേ? ഈ ഫോമിലല്ലേ എഴുതാൻ പറ്റുന്ന. അവിടെ നിന്ന് വേണമെങ്കിൽ എക്സിൻ്റെ വില എന്ത് വരും? എക്സ് ഈസ് ഈക്വൽ ടു -2, എക്സ് ഈസ് ഈക്വൽ ടു 1. സൊല്യൂഷൻ സെറ്റാക്കി എഴുതുമ്പോൾ ഏത് വരും? സെറ്റ് -2, 1. പേരും കൊടുത്തെഴുതിയാൽ മതിയല്ലോ. പേരെന്തെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പേര് കൊടുക്കാം. ഞാൻ ഡി എന്ന് കൊടുക്കുന്നു. ഇതിപ്പോൾ ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. ഇത് ഏത് ഉപയോഗിച്ച് എഴുതാം? ഇതൊരു സെക്കൻഡ് ഡിഗ്രി ഇക്വേഷനാണ്. -b + or -√(b² - 4ac/2a). അത് ഉപയോഗിച്ച് സോൾവ് ചെയ്ത് എക്സിൻ്റെ വില കണ്ടുപിടിച്ച് എഴുതിയാൽ മതി. നമുക്ക് സെറ്റിനെ റോസ്റ്റർ ഫോമിൽ എഴുതുക. അത്രയേ ഉള്ളൂ കാര്യം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. d is equal to x such that x is an integer and x² - 9 is equal to 0. x എന്ന് പറയുന്ന ഒരു ഇൻറ്റിജർ ആയിരിക്കണം. പക്ഷേ x² - 9 is equal to 0. നമുക്കറിയാം x² - 9 is equal to 0 സോൾവ് ചെയ്താൽ അവിടെ നിന്ന് x² is equal to എന്ത് കിട്ടും? 9 എന്ന് കിട്ടും. x² 9 ആണെങ്കിൽ എക്സിൻ്റെ വാല്യൂ എന്ത് വരും? √9 ആണ്. √9 2 വാല്യൂ കിട്ടുമെന്ന് നമ്മൾ 10ലൊക്കെ പഠിച്ചു ചെയ്യണം. √9 കിട്ടുന്ന 2 വാല്യൂസ് ഏതൊക്കെയാണ്? +or -3 ആണ്. അപ്പോൾ എക്സിന് 2 വില കിട്ടി. പക്ഷെ ആ 2 വില ഇതിൽ ഏത് എഴുതാൻ പറ്റുമെന്ന് നോക്കണം. എക്സ് ഈസ് ആൻ ഇൻറ്റിജർ. -3 ഇൻറ്റിജർ ആണ്. +3 ഇൻറ്റിജർ ആണ്. അപ്പോൾ ഇതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ എഴുതാം? ഈ സെറ്റിനെ ഡി എന്നല്ലേ എഴുതാം. ഡി ഈസ് ഈക്വൽ ടു സെറ്റ് ഏതൊക്കെ എഴുതാടെ? -3, +3. അപ്പോൾ ഞാനിവിടെ 5 ക്വസ്റ്റ്യൻസ് തന്നിരുന്നു. റോസ്റ്റർ ഫോമിൽ എഴുതാനായിരുന്നു. അത് ഏത് ഫോമിലാണെന്ന് അറിയായിരുന്നല്ലോ. സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിൽ തന്നിട്ടുണ്ട്, ചിലത് സെറ്റ് ബിൽഡർ ഫോമിൻ്റെ തന്നിട്ടുണ്ട്. അപ്പോൾ ഏത് ഫോമിൽ തന്നു കഴിഞ്ഞാൽ അതിനെ നമുക്ക് റോസ്റ്റർ ഫോമിലോട്ട് എഴുതാനുള്ള ക്വസ്റ്റ്യൻസാണ് ഞാനിപ്പോൾ തന്നത്. അപ്പോൾ റോസ്റ്റർ ഫോമിൽ ചെയ്ത് കാണിക്കുന്നതിന് വേണ്ടി ഒരു 6 ക്വസ്റ്റ്യൻ ടെക്സ്റ്റിലുള്ള എക്സസൈസ് 3 കണ്ടല്ലോ. ടെക്സ്റ്റിലെ എക്സസൈസ് 3യിലുള്ള 6 ക്വസ്റ്റ്യൻസാണ് നിങ്ങൾക്ക് ഞാൻ തന്നിരിക്കുന്നത്. അത് ശ്രദ്ധിച്ച് നോക്കിയിട്ട് റോസ്റ്റർ ഫോമിലായിട്ട് ചെയ്ത് ഇപ്പോൾ തന്നെ എൻ്റെ വർക്ക് എഴുതി അയയ്ക്കുക. ക്വസ്റ്റ്യൻ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലോ. ഇപ്പോൾ തന്നിരിക്കുന്നത് റോസ്റ്റർ ഫോമിലോ സ്റ്റേറ്റ്മെൻറ്റ് രൂപത്തിലോ തന്നിരിക്കുന്ന ഏതാനും ക്വസ്റ്റ്യൻസ് ആണ്. 5 ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ തന്നിരിക്കുന്നത്. അതിനെ നിങ്ങൾ തിരിച്ച് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റി എഴുതണം. 5 ക്വസ്റ്റ്യൻസ് ശ്രദ്ധിച്ച് നോക്കിയേ. അഞ്ച് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. അപ്പോൾ ഈ 5 ക്വസ്റ്റ്യന് സെറ്റ് ബിൽഡർ ഫോമിലോട്ട് മാറ്റി എഴുതണം. സെറ്റ് ബിൽഡർ ഫോം എഴുതാനായിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സെറ്റ് ബിൽഡർ ഫോമിൻ്റെ മെത്തേഡൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ്. അപ്പോൾ അത് നമുക്ക് ഒന്ന് എഴുതി തുടങ്ങാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാൽ a is equal to സെറ്റ് 1, 4, 9, 16, 25 എക്സെട്ര. ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ എന്നുള്ളതാണ് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. 1, 4, 9, 16, 25 എക്സെട്ര. ശ്രദ്ധിച്ച് നോക്കിയപ്പോൾ ഒരു കാര്യം മനസ്സിലായി. ഇത് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 1ൻ്റെ സ്ക്വയർ, 2ൻ്റെ സ്ക്വയർ, 3ൻ്റെ സ്ക്വയർ, 4ൻ്റെ സ്ക്വയർ, 5ൻ്റെ സ്ക്വയർ. അവിടെ 5ൻ്റെ സ്ക്വയറിൽ അവസാനിക്കുന്നില്ല, എക്സെട്ര പോയിരിക്കുകയാണ്. അപ്പോൾ ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ തന്നെ എന്ത് മനസ്സിലായി? നമ്മുടെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സാണ് ഇവിടെ എഴുതിയിരിക്കുന്നത് അല്ലേ? ഇതിനെ നമുക്ക് എങ്ങനെ ഒരു സെറ്റ് ബിൽഡർ ഫോമിലോട്ട് എഴുതാം? എങ്ങനെ എഴുതാതെ സെറ്റ് ബിൽഡർ ഫോമിലോട്ട് നോക്കിയേ. സെറ്റ് ബിൽഡർ ഫോമിൽ ആ പാറ്റേൺ എന്ന് പറഞ്ഞാണ് a is equal to സെറ്റ് ആദ്യം എങ്ങനെ എഴുതാം? എക്സ് സച്ച് ദാറ്റ് എക്സ് എന്ന് എഴുതിയതിന് ശേഷമാണ് അതിൻ്റെ പ്രോപ്പർട്ടി നമ്മൾ എഴുതേണ്ടത്. എക്സ് സച്ച് ദാറ്റ് എക്സ്. ഈ എക്സിൻ്റെ പ്രത്യേകത എന്താണ്? എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾക്കറിയാമല്ലോ. എക്സ് ഈസ് ദ സ്ക്വയർ ഓഫ് a natural number. x is the square of a natural number. ഇങ്ങനെ എഴുതിയ കറക്റ്റ് അല്ലേ? ഇപ്പം ഒരു കുട്ടി ഇങ്ങനെയല്ല, ആ കുട്ടിക്ക് തോന്നിയ ഒരു കൺസെപ്റ്റ് വെച്ച് എഴുതാം. ഇങ്ങനെ തന്നെ എഴുതണമെന്ന് നിർബന്ധമൊന്നുമില്ല. പക്ഷെ ഇതിന്
തിരിച്ച് റോസ്റ്റർ ഫോമിൽ എഴുതുമ്പോൾ അതേ ആൻസർ തന്നെ ആയിരിക്കണം, അത്ര മാത്രമേ ഉള്ളൂ. ഇതിന് മറ്റൊരു രീതിയിലും കൂടെ എഴുതാം, അതൊന്ന് ശ്രദ്ധിച്ചോ. ഞാൻ മറ്റൊരു രീതിയിലും കൂടെ എഴുതി കാണിക്കുന്നു. നോക്കൂ, A is equal to x such that, ശ്രദ്ധിച്ചേക്കണം, അത് നോക്കിക്കൊള്ളാം. ഈ രീതി ചിലപ്പോൾ ചിലർക്ക് നല്ല എളുപ്പം അതായിരിക്കും തോന്നുന്നത്. എക്സ് സച്ച് ദാറ്റ് ഞാൻ ഇനി എഴുതാൻ പോണത് എക്സിന് പകരം എക്സ് ഈസ് ഈക്വൽ ടു, എക്സ് എന്ന് പറയുന്ന നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ, നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയേഴ്സ് അല്ലേ. അപ്പോൾ ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്ന് എഴുതുകയാണ്. എക്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എന്താണ് എൻ? ഞാൻ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ വിശദമായിട്ട് പറഞ്ഞൊരു കാര്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടല്ലോ. നാച്ചുറൽ നമ്പർ എന്നുള്ളതിന് പകരം ഞാൻ ഇനി എപ്പോഴും നാച്ചുറൽ നമ്പറിന് അങ്ങനെ എക്സ് ഈസ് എ നാച്ചുറൽ നമ്പർ എന്ന് എഴുതേണ്ട ആവശ്യമില്ല. ചുരുക്കി അതിന് ക്യാപിറ്റൽ എൻ എന്ന് എഴുതുമെന്ന് ഓർമ്മയുണ്ടല്ലോ, പറഞ്ഞത് ഓർമ്മയുണ്ടല്ലോ. നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സെറ്റിന് നമ്മൾ ക്യാപിറ്റൽ എൻ എന്ന് എഴുതിയാൽ മതി. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ എന്നെഴുതി വെച്ചാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. എക്സ് എന്ന് പറയുന്നത് എൻ സ്ക്വയർ. എൻ എന്താണെന്ന് അറിയണ്ടേ? ആ എൻ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈവൻ നമ്പറാണോ വരുന്നത്, ഈ ഓഡ് നമ്പറാണോ നാച്ചുറൽ നമ്പറാണോ വരുന്നത് എന്നുള്ളത് നമ്മൾ എഴുതി കാണിക്കണ്ടേ. അപ്പോൾ ഇവിടെ ഈ എൻ എന്ന് പറയുന്നത് എന്താണെന്നുള്ളതും കൂടെ എഴുതി കാണിക്കണം. ഈ സ്മോൾ എൻ എന്ന് പറയുന്നത് എവിടത്തെ എലമെൻ്റാണ്? നാച്ചുറൽ നമ്പറിലെ എലമെൻ്റ് അല്ലേ. അപ്പോൾ ഇങ്ങനെ എഴുതി കാണിച്ച് ഈ രീതിയിൽ എളുപ്പം എഴുതാൻ പറ്റും. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. ഇതായിരിക്കും കൂടുതൽ കുറച്ച് പേർക്ക് എളുപ്പം തോന്നുന്നത്. എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു എൻ സ്ക്വയർ. എൻ ബിലോങ്സ് ടു ക്യാപിറ്റൽ എൻ. ക്യാപിറ്റൽ എൻ എന്ന് പറയുന്നത് നാച്ചുറൽ നമ്പറാണ്. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്ന എക്സ് എന്ന് പറയുന്നത് എൻ സ്ക്വയർ ആണ്. എൻ എന്ന് പറഞ്ഞ സാധനം ഞാൻ എഴുതിയതാണ്. അപ്പോൾ ആ എൻ എന്താണെന്ന്, ഈ എൻ എന്താണെന്ന് ഞാൻ പിന്നെ എഴുതി കാണിച്ചിരിക്കുകയാണ്. ഏതോ നമ്പറിൻ്റെ സ്ക്വയർ ആണ്. അത് ഏത് നമ്പറിൻ്റെ സ്ക്വയർ എന്ന് എഴുതണ്ടേ? നാച്ചുറൽ നമ്പറിൻ്റെ സ്ക്വയർ അല്ലേ. അപ്പോൾ എൻ എന്ന് പറയുന്നത് എന്താണെന്ന് എഴുതി കാണിക്കണം. എനിക്ക് എൻ നാച്ചുറൽ നമ്പറാണെന്ന് എഴുതി കാണിക്കണം. അപ്പോൾ ഈ രണ്ട് രീതിയിൽ എഴുതിയാലും ഇത് ശരിയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതി പഠിച്ചു വയ്ക്കാം. ഏതെങ്കിലും ഒരു രീതിയെങ്കിലും അറിഞ്ഞിരിക്കണം. രണ്ടാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. ബി ഈസ് ഈക്വൽ ടു, രണ്ടാമത്തെ ക്വസ്റ്റ്യന് ഒറ്റ നോട്ടത്തിൽ ചിലപ്പോൾ പെട്ടെന്ന് മനസ്സിലാവണമെന്നില്ല. നോക്കുമ്പോൾ 1/2, അടുത്ത 2/3, അതിൻ്റെ അടുത്ത 3/4, അടുത്തത് 4/5, 6/7 ഇങ്ങനെയൊക്കെ പോകുന്നു. അപ്പോൾ നമ്മൾ സൂക്ഷ്മമായിട്ടൊന്ന് നോക്കുമ്പോൾ മനസ്സിലായി മുകളിൽ എഴുതിയിരിക്കുന്ന എല്ലാം തുടർച്ചയായിട്ടുള്ള നാച്ചുറൽ നമ്പേഴ്സാണ്. 1 2 3 4 5 6. ഡിനോമിനേറ്ററിൽ എഴുതിയിരിക്കുന്നത് നാച്ചുറൽ നമ്പർ തന്നെയാണ്, പക്ഷേ അതിൽ 1 ഒന്നുമില്ല. അപ്പം മറ്റൊരു കാര്യം കൂടെ ശ്രദ്ധിച്ച് നോക്കിയാൽ ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടുതലല്ലേ ഇതിലെല്ലാം ഡിനോമിനേറ്റർ. ഫസ്റ്റിൽ വയ്ക്കുകയാണ് 1. ഒന്നിനോട് 1 കൂട്ടിയതല്ലേ ഡിനോമിനേറ്ററായിട്ട് വന്നിരിക്കുന്നത് 1/2. രണ്ടാമത്തെ നമ്പർ നോക്കിയാണ് 2/3. അതായത് അതിലെ ന്യൂമറേറ്ററിനോട് 1 കൂട്ടിയതാണ് ഡിനോമിനേറ്റർ വന്നിരിക്കുന്നത്. അടുത്ത 3യോട് 1 കൂട്ടി 4, അതാണ് 3/4. അടുത്ത 4നോട് 1 കൂട്ടി 5, 4/5 വന്നിരിക്കുന്നു. 6നോട് 1 കൂട്ടി 7. അപ്പം ഇതിന് നമുക്ക് എഴുതാനായിട്ട് ഞാൻ ഇപ്പം തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ ചെയ്തതിൽ രണ്ടാമത്തെ ഫോം അല്ലേ കൂടുതൽ എളുപ്പം തോന്നുന്നത്. ഇത് നോക്കിയേ, ബി ഈസ് ഈക്വൽ ടു എങ്ങനെ എഴുതും നോക്കിയോ. ആദ്യം എന്ത് എഴുതും? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു. ഇവിടെ എങ്ങനെ എഴുതാടേ? ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടുതലാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ ഏത് നമ്പറാണ്? നാച്ചുറൽ നമ്പറാണ്. ഡിനോമിനേറ്റർ നാച്ചുറൽ നമ്പർ അല്ലേ. അപ്പോൾ ഞാൻ എക്സ് ഈസ് ഈക്വൽ ടു എൻ എന്ന് എഴുതുകയാണ്. മുകളിൽ 1 2 3 4 വ്യത്യാസമൊന്നുമില്ല, തുടർച്ചയായിട്ട് പോകണം. ബൈ n+1, കറക്റ്റ് അല്ലേ? എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് ഈക്വൽ ടു n/n+1. എക്സിൻ്റെ വില എന്ന് പറയുന്നത് എങ്ങനെയാണ് വന്നിരിക്കുന്നത്? ന്യൂമറേറ്ററിനേക്കാൾ 1 കൂടുതലാണ് ഡിനോമിനേറ്റർ. ന്യൂമറേറ്റർ നാച്ചുറൽ നമ്പറാണ്. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു? എക്സ് ഈസ് ഈക്വൽ ടു അത് n എന്ന് സങ്കല്പിച്ചു. എക്സ് ഈസ് ഈക്വൽ ടു n എന്ന് അസ്യൂം ചെയ്താൽ ഡിനോമിനേറ്റർ n+1 അല്ലേ. ഇനി ഈ n ഏത് നമ്പറാണെന്നുള്ളത് കൂടെ എഴുതി കാണിക്കണം. എങ്ങനെ എഴുതാം? n എന്ന് വെച്ച് എല്ലാ നാച്ചുറൽ നമ്പറും കൊടുത്തിട്ടുണ്ട്. n എലമെന്റ് ഓഫ് n എന്ന് ഞാൻ എഴുതി. അങ്ങനെ എഴുതി കഴിഞ്ഞാൽ എല്ലാ നാച്ചുറൽ നമ്പറും വരുന്ന ഒരു ഫീലിങ്സ് അല്ലേ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ എന്നിൻ്റെ വില ഏത് മുതൽ ഏത് വരെയാണെന്ന് കാണിക്കണം. എന്നിൻ്റെ വില നോക്കിയേ, 1 ഉപയോഗിച്ചിട്ടുണ്ടോ? എന്നിന് 1 കൊടുത്തിട്ടുണ്ട്, 2 കൊടുത്തിട്ടുണ്ടോ, 3 കൊടുത്തിട്ടുണ്ട്, 4. പിന്നെ എന്നിന്
ഒരു കാര്യം ഞാൻ ഇപ്പോഴാണ് ശ്രദ്ധിച്ചത് ചേട്ടാ, ഈ ക്വസ്റ്റ്യനിൽ ഒരു കാര്യം, ഇവിടെ 4/5 കഴിഞ്ഞിട്ട് ഒരു നമ്പർ കൂടെ ഉണ്ടായിരുന്നേ, 5/6 കൂടെ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇപ്പോഴാണ് കണ്ടത്. ഓക്കെ, അപ്പം എന്നിൻ്റെ വില, എന്നിന് ആദ്യം 1 കൊടുത്തു, 2 കൊടുത്തു, 3 കൊടുത്തു. എന്നിന് ഏത് വരെയുള്ള വിലകൾ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും? 1 മുതൽ 6 വരെയുള്ള നമ്പേഴ്സാണ് നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുന്നത്. അപ്പോൾ ആ എന്നിന് നമ്മൾ കൊടുക്കുന്ന വില വേണമെങ്കിൽ നമുക്കത് ഇങ്ങനെ എഴുതാം. 1 എടുത്തിട്ടുണ്ടോ? n 1 എടുത്തിട്ടുണ്ട്. ഞാൻ ഇങ്ങനെ എഴുതുന്നു, 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6. എന്തിനാണ് ഇങ്ങനെ എടുത്തത്? ലെസ് ദാൻ ഓർ ഈക്വൽ ടു n എന്ന് പറഞ്ഞാൽ എന്നിൻ്റെ വില 1 ആകാം, അല്ലെങ്കിൽ ലെസ് ദാൻ മാത്രം ഇട്ടാൽ മതിയായിരുന്നു. അപ്പോൾ എന്നിൻ്റെ വിലയെന്ന് പറയുന്നത് 1 ഉൾപ്പെടെയുള്ള നമ്പേഴ്സാണ്. അതുകൊണ്ടാണ് 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 6 എന്ന് എടുത്തത്. എന്നിൻ്റെ വിലയായിട്ട് 1 എടുക്കാം, 6 എടുക്കാം. ഇത് ബുദ്ധിമുട്ടുള്ളവർക്ക് n ഈസ് ഈക്വൽ ടു 1 2 to 6 എന്ന് എഴുതി വെച്ചാൽ മതി. ഇങ്ങനെ n എലമെൻ്റ് ഓഫ് n എന്ന് എഴുതിയതിനു ശേഷം ഇത് എഴുതാൻ ബുദ്ധിമുട്ടുള്ളവർ എങ്ങനെ എഴുതാം? എന്നിൻ്റെ വാല്യൂ എങ്ങനെ എഴുതാം? n ഈസ് ഈക്വൽ ടു 1 2 3 എക്സെട്ര 6 എന്ന് എഴുതി വെച്ചാൽ മതി. ഏതായാലും കറക്റ്റ് തന്നെ. അപ്പോൾ ഇത് ക്ലിയർ ആയല്ലോ. ഓക്കെ, അടുത്ത 3ാമത്തെ ക്വസ്റ്റ്യൻ കണ്ടപ്പോൾ നിങ്ങൾക്ക് ഒരു കാര്യം മനസ്സിലാവും. ഏതോ ഒരു വേർഡിൽ നിന്ന് എടുത്തെഴുതിയിരിക്കുന്ന ലെറ്റേഴ്സാണ് ആ കൊടുത്തേക്കുന്നത് അല്ലേ? ഏതോ ഒരു വേർഡിൽ നിന്ന്. എന്താണ്? ഒറ്റ നോട്ടത്തിൽ തന്നെ മനസ്സിലാക്കുകയാണ്. അത് പ്രിൻസിപ്പൽ എന്ന് പറയുന്ന ഒരു വേർഡിൽ നിന്നുള്ള ലെറ്റർ ആയിരിക്കും എഴുതിയിരിക്കുന്ന. PRIN. പിന്നെ വരേണ്ട ഏതാണ്? CI. ഒരിക്കൽ കൂടെ I 2 പ്രാവശ്യം എഴുതേണ്ട ആവശ്യമില്ല, അതുകൊണ്ടാണ് ഒരു പ്രാവശ്യം എഴുതിയിരിക്കുന്നത്. CI ആയിരിക്കാം. അടുത്തത് P റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് അതുകൊണ്ട് Pയും ഒരു പ്രാവശ്യം എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് നമുക്ക് എളുപ്പം ആൻസർ എഴുതാമല്ലോ. C is equal to എങ്ങനെ എഴുതാം? X such that X is a letter of the word എങ്ങനെ? പ്രിൻസിപ്പൾ അല്ലേ? PRIN CI PAL. അത് എളുപ്പമുണ്ടായിരുന്നല്ലോ. 4th ക്വസ്റ്റ്യൻ നോക്കിയിടെ. D is equal to 3 9 27 81. ഈ നമ്പേഴ്സിന് എന്തെങ്കിലും പ്രത്യേകം ഉണ്ടോ? 3ൻ്റെ പവറുകളാണ് എഴുതിയിരിക്കുന്നത് അല്ലേ? 3/1 ആണ് 3, 3/2 ആണ് 9, 3/3 27, 3/4 81. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇത് എങ്ങനെ എഴുതാം? D is equal to set X such that X. എങ്ങനെ എഴുതാടെ? X such that X എങ്ങനെ എഴുതാം? X എന്ന് പറഞ്ഞാൽ 3ൻ്റെ പവർ അല്ലേ? X is equal to 3/n എന്ന് എഴുതിക്കൂടെ? X is equal to 3/n. 3ൻ്റെ പവറുകളാണ് എഴുതിയിരിക്കുന്നത്. X is equal to 3/n. ഇവിടെ n എന്ന് പറയുന്നത് ഏത് നമ്പറാണ്? നാച്ചുറൽ നമ്പറാണ്. ഇവിടെ എന്നിൻ്റെ വാല്യൂ എങ്ങനെ കൊടുക്കാം? 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നിൻ്റെ ഏത് പവർ വരെ കൊടുത്തിട്ടുണ്ട്? 3/4 അല്ലേ 81. അപ്പോൾ ഇങ്ങനെ എഴുതാം. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ മറ്റൊരു മെത്തേഡുണ്ട്. n ഈസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാമെന്ന് പറഞ്ഞു? എന്നിൻ്റെ വാല്യൂ 1 മുതൽ 4 വരെയും കൊടുത്തിട്ടുള്ളൂ. n ഈസ് ഈക്വൽ ടു 1 2 3 4 എന്ന് എഴുതിയാലും മതി. രണ്ടായാലും കറക്റ്റ് തന്നെയാണ്. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ 5ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെ എഴുതാൻ നോക്കിയേ. 1 3 5 7 എക്സെട്ര. ഏത് കൊച്ചുകുട്ടിക്കും അറിയാം 1 3 5 7 എന്ന് പറഞ്ഞാൽ എന്താണത്? ഓഡ് നമ്പേഴ്സിൻ്റെ സെറ്റ് അല്ലേ? അപ്പോൾ എങ്ങനെ എഴുതാം? X such that X is an odd number അല്ലേ? X such that X is an odd number. ക്ലിയർ ആയല്ലോ? ഈ 5 ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ? അപ്പോൾ ഈ 5 ക്വസ്റ്റ്യൻ നല്ലോണം മനസ്സിലാക്കുക. ഇനി ഇതേപോലുള്ള ഒരു 5 ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് തരാൻ പോവുകയാണ് സെറ്റ് ബിൽഡ് ഫോമിലിട്ട് എഴുതാൻ. ഇത് മനസ്സിലാക്കിയവർക്ക് അത് എളുപ്പം എഴുതാം, അതും പെട്ടെന്ന് എഴുതി അയക്കുക. അടുത്ത ഇന്ന് വർക്ക് കുറച്ച് കൂടുതലാണ് തരുന്നത്. 5ാമത്തെ എക്സസൈസ് കണ്ടല്ലോ. ലിസ്റ്റ് ഓൾ ദ എലമെൻറ്റ്സ് ഓഫ് ദ ഫോളോയിങ് സെറ്റ്സ്. അതിൽ കൊടുത്തേക്കുന്ന സെറ്റ് ബിൽഡ് ഫോമിലും മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡ് ഫോമിൽ തന്നെ കൊടുത്തേക്കുന്നത്. സെറ്റ് ബിൽഡ് ഫോമിലോ എന്തിലോ കൊടുത്തിരിക്കുന്നത് അത് നമുക്ക് അറിയേണ്ട ആവശ്യമില്ല. അതിനെല്ലാം സെറ്റാക്കി എഴുതുക, അതിൻ്റെ എല്ലാം ആൻസർ എഴുതുക.
ആൻസർ എന്ന് പറഞ്ഞാൽ നമ്മൾ റോസ്റ്റർ ഫോമിലോട്ട് എഴുതുക എന്നുള്ളതാണ് അവർ ഉദ്ദേശിച്ചിരിക്കുന്നത്. 5ാമത്തെ ആ എക്സസൈസ് ശ്രദ്ധിച്ചല്ലോ, എല്ലാ ക്വസ്റ്റ്യനും ചെയ്യാൻ പറ്റുമല്ലോ. ടെക്സ്റ്റിലുള്ള 5ാമത്തെ എക്സസൈസ്. ടെക്സ്റ്റിലുള്ള ഒരു കാര്യം കൂടെ പറയാം. ടെക്സ്റ്റിലുള്ള 4ാമത്തെ എക്സസൈസ് റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുകയാണ്. 4ാമത്തെ എക്സസൈസ് ശ്രദ്ധിച്ചല്ലോ, റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുകയാണ്. ആ റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുന്നതിനെ എല്ലാം ഈ ക്വസ്റ്റ്യൻ എടുത്തിട്ട് അതിനെല്ലാം തിരിച്ച് സെറ്റ് ബിൽഡ് ഫോമിലോട്ട് മാറ്റണം. ആദ്യം ഇപ്പം അങ്ങനെ ചെയ്താൽ മതി. 4ാമത്തെ ക്വസ്റ്റ്യൻ സെറ്റ് ബിൽഡ് ഫോമിൽ എഴുതേണ്ടതാണ്. റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുകയാണ്. അതിനെല്ലാം സെറ്റ് ബിൽഡ് ഫോമിലോട്ട് ആദ്യം എഴുതിയതിന് ശേഷം എക്സസൈസ് 5 എല്ലാം നിങ്ങളെ കൊണ്ട് എഴുതാൻ പറ്റുന്നേ ഉള്ളൂ. അതുപോലെ അതേ മോഡൽ ക്വസ്റ്റ്യനാണ് നമ്മളിവിടെ ചെയ്തത്. അതുകൊണ്ട് അത് ബുദ്ധിമുട്ടൊന്നും വരത്തില്ല. 6ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ മാച്ച് ദ ഫോളോയിങ് ആണ്. അത് വളരെ എളുപ്പമാണ്. സെറ്റ് ബിൽഡ് ഫോമിലൊക്കെ ഒരു സൈഡ് സെറ്റ് ബിൽഡ് ഫോമിൽ തന്നിരിക്കുന്നു, ഒരു സൈഡ് റോസ്റ്റർ ഫോമിൽ തന്നിരിക്കുന്നു. അത് ഏതാണ് മാച്ച് ആവുന്നത് എന്നുള്ളത് എടുത്ത് എഴുതണം. അതും വളരെ സിമ്പിളാണ്. അപ്പോൾ നമ്മൾ ചാപ്റ്ററിൻ്റെ ഒരു ഭാഗം ഇതോടുകൂടി അവസാനിക്കുകയാണ്. അപ്പോൾ ഇന്നിപ്പോൾ എല്ലാം കൂടെ ഒറ്റ സ്ട്രെച്ചിൽ ഇപ്പം തന്നെ എഴുതി കാണിക്കാൻ പറ്റുന്നെന്ന് ഇല്ല. നിങ്ങൾ ഇന്നത്തെ ദിവസം എപ്പോഴെങ്കിലും പല സമയത്തായിട്ടെങ്കിലും ഇത് എഴുതി നിങ്ങളുടെ സമയം നോക്കി ഇന്ന് തന്നെ ഈ ക്വസ്റ്റ്യൻസ് എല്ലാം ആൻസറാക്കി കാണിക്കും.